ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആഴ്ചവട്ടത്തിന് ഒന്നാമത്തെ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഗ്രഹിപ്പാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നത് ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സത്യോപദേശത്തിന്റെ പൊരുൾ എന്ത് എന്നുള്ളതിന്റെ ഏറ്റവും സംക്ഷിപ്ത രൂപമാണ് നമ്മൾ കേൾക്കുവാനും പഠിക്കുവാനും ഇടയായി തീർന്നത്. അത് വിശദമായിട്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ അനേകം നാളുകൾ കൊണ്ട് ദൈവശാസ്ത്രത്തെക്കുറിച്ച് അവൻ മനസ്സിലാക്കിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നായിട്ട് അത് അനുഭവപ്പെടുവാനിടയായി തീരും. അതിൽ മനുഷ്യൻ എന്താണ്, മനുഷ്യൻ ആരാണ്, മനുഷ്യനെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം സംക്ഷിപ്തമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. നാം ഇതിലെല്ലാം പഠിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഏറ്റവും പ്രാഥമികമായി ഗ്രഹിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത്, ആരാണ് മനുഷ്യൻ? മനുഷ്യന് എത്ര കാലത്തെ ചരിത്രമാണ്? നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഉണ്ടായിട്ട് എത്ര വർഷമായിട്ടുണ്ട്? ഏകദേശം അതിനല്ലേ 1000 അല്ല, യേശു ജനിച്ചിട്ട് തന്നെ 2000 വർഷം കഴിഞ്ഞല്ലോ. അതിനു മുൻപ് ഏകദേശം 3000 4000 വർഷത്തോളം അതിന് മുമ്പത്തെ ചരിത്രമാണ്. നമ്മൾ ആദാം മുതൽ പരിശോധിച്ച് വരുമ്പോൾ ഏകദേശം 6000 വർഷത്തെ ചരിത്രമാണ് ഇതുവരെയും നോക്കുള്ളൂ. 6000 വർഷത്തെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കേട്ടിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ ഒരു സർവേ നടത്തിയപ്പോൾ അതിനകത്ത് പൊതുജനത്തിന്റെ അറിവിലേക്കായിട്ട് പ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഗ്രാവല് എന്ന് പറയുന്ന നമ്മൾ ഈ മേൽമണ്ണ്, അതുപോലെ തന്നെ വെട്ടുകല്ല്, ആ വെട്ടുകല്ലായിട്ട് ഒരു മണ്ണ് രൂപാന്തരപ്പെട്ട് വരണമെങ്കിൽ 6 ലക്ഷം വർഷമാണ്. ഇപ്പൊ മണ്ണ് ലാറ്ററൈറ്റ് ആവണമെങ്കിൽ 6 ലക്ഷം വർഷം, ഏകദേശം ഒരു കണക്കാണ്. അപ്പൊ അതുമായിട്ട് നോക്കുമ്പോൾ മനുഷ്യ ചരിത്രം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്, ഏറ്റവും തുച്ഛമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നമ്മൾ ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ. നമുക്ക് അത്രേ ചരിത്രവും. അതിന് മുമ്പ് നമ്മൾ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? അതിനു മുമ്പ് നമ്മൾ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നോ? യോബിനോട് കർത്താവ് പറയുന്നത് പ്രകാരമാണ്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്കറിയാമെങ്കിൽ നീ ഒന്ന് പറ. അന്ന് യോബ് ജനിച്ചിട്ടില്ല, പക്ഷെ നീ എവിടെയായിരുന്നു? അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോ നമ്മളൊന്നുണ്ടായിരുന്നോ? അറിയേ ആരായിട്ടുണ്ട്? നല്ലൊരു ഉത്തരമാണ് പറഞ്ഞത് മറിയ. അതിന് മുമ്പേ നമ്മൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു നമ്മൾ? അത് നമ്മൾ താരതമ്യപ്പെടുത്തി പഠിക്കേണ്ടത് ഉടനെ തന്നെ യേശുവിലേക്ക് ചിന്തിക്കണം. യേശു ജനിച്ചിട്ട് ഇപ്പൊ 2000 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് യേശു ആരായിരുന്നു? വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം പോരല്ലോ. വചനം എന്ന് പറഞ്ഞാൽ അതിന് രൂപമുണ്ടോ? ഇല്ല. അതിനു മുമ്പ് യേശു ഇവിടെ വരുന്നതിന് മുമ്പ് വചനം ആയിരുന്നു എന്ന് പറയുമ്പോൾ
വചനത്തിനൊരു ദൃശ്യരൂപമുണ്ട്. വചനത്തെ കാണാൻ സാധിക്കുമോ? വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിന് 11 വാക്യം വായിച്ചു. യേശു ഇവിടെ വരുന്നതിന് മുമ്പ് വചനമായിരുന്നു എന്ന് മറിയ പറഞ്ഞു. അപ്പോ വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിന്റെ 11 വാക്യം മറിയ തന്നെ വായിച്ചേ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി. അതിലിരിക്കുന്ന ആൾക്ക് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവന്റെ കണ്ണാഗ്നി ജ്വാല, തലയിൽ അനേകം രാജമുടികളുണ്ട്. അവന്റെ പേരെന്നാ? ദൈവത്തിന്റെ വചനം. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ കാണാൻ പറ്റുമോ? പറ്റും. ദൈവത്തിന്റെ വചനത്തിന് എന്തുണ്ട്? രൂപമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ രൂപം എന്താണ്? അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണ്, വെള്ളോട്ട് സദൃശ്യമായ കാല്. അതായത് ദൈവത്തിന്റെ വചനം തന്നെയാണ് ദൈവത്തിന്റെ പുത്രൻ. വെളിപ്പാട് പുസ്തകം 2:18 കൊണ്ട് വായിക്കും. അപ്പൊ നമുക്കത് ഉറപ്പിക്കാം. 2:18. തുയത്തൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണും വെള്ളോട്ട് സദൃശ്യമായ കാര്യമുള്ള ദൈവപുത്രനല്ലേ ചെയ്യുന്നത്. അപ്പോ അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണുള്ള വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ കണ്ടതാരെയാ? വചനത്തെ. 2:18 കാണുന്ന ആരെയാ? ദൈവപുത്രനെ. അപ്പൊ ഇത് രണ്ടും ഒരാളാണ്. ആരൊക്കെ? ഈ പറയുന്ന എല്ലാം ഒരാളാണ്. ഈ 5 കാര്യങ്ങൾ നമ്മൾ ഓർത്തു വേണം. ഏതൊക്കെയാ? ദൈവവചനം, ദൈവപുത്രൻ, ദൈവജ്ഞാനം, ദൈവശക്തി, ക്രിസ്തു. ഇനിയുണ്ട്. എന്നാലും ഈ 5 കാര്യങ്ങൾ, ഈ 5 പേരിൽ അറിയപ്പെടുന്നത് ഒരാളാണ്. ആരൊക്കെയാ പറഞ്ഞേ? ദൈവവചനം, ദൈവപുത്രൻ, ദൈവശക്തി, ദൈവജ്ഞാനം, ക്രിസ്തു എന്നീ പറയുന്ന 5 പേരിൽ അറിയപ്പെടുന്നതും ഒരാളാണ്. യേശു ലോകത്തിൽ വരുന്നതിന് മുമ്പ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരൊക്കെയാന്ന് പറയാം. വചനം ജഡമായി തീർന്നവനാണ്. പിന്നെ ദൈവപുത്രൻ മനുഷ്യനായി വന്നവനാണ്. 3. ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവാണ്. പിന്നെ മറിയിൽ ജനിച്ച മനുഷ്യനായ ക്രിസ്തുവാണ്. ഇതെല്ലാം ഈ 5 പേരും ഒരാളാണ്. ഈ ആയിരുന്നു. ഇനി നമ്മളാരായിരുന്നു? നമ്മളുണ്ടായിരുന്നോ? വചനം പറയണം. അതിനെ യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക. ഇനി 29 വായിക്കും. 21 വായിക്കും. നീ അന്നേ ജനിച്ചിരുന്നുവല്ലോ. അപ്പൊ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോ ആര് ജനിച്ചായിരുന്നു? യോബ് ജനിച്ചായിരുന്നു. അന്നേരം ക്രിസ്തു ആരാ? അന്നേരം യേശു ആരാ? ദൈവപുത്രനായിരുന്നു. നമ്മളാരാ? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കും. എഫേസ്യർ 1:4. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അവനിൽ തിരഞ്ഞെടുത്തു. അപ്പോ നമ്മൾ ആരായിരുന്നു? അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. ആരിൽ തിരഞ്ഞെടുത്തു?
ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോ നമുക്ക് ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. ഏതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവര്? ഏറ്റവും ആദ്യമേ തന്നെ മനുഷ്യനാകാനായിട്ട്, മനുഷ്യജന്മം എടുക്കാനായിട്ട് തീരുമാനിച്ചത് ആരെക്കുറിച്ചാ? ദൈവപുത്രനെ കുറിച്ച്. അന്ന് മനുഷ്യനുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഏറ്റവും ആദ്യമേ തന്നെ മനുഷ്യജന്മം എടുക്കാനായിട്ട് തീരുമാനിക്കുക ക്രിസ്തു. ദൈവം നിശ്ചയിച്ചത് ആരെയാ ഏറ്റവും ആദ്യം? ക്രിസ്തുവിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിയപ്പെട്ടവനാണ്. സ്വർഗത്തിലൊരു തീരുമാനം നടക്കുക. സ്വർഗത്തിലൊരു തീരുമാനം, ശ്രദ്ധിക്കണേ, മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവാ. എന്തിനാണെന്നറിയാവോ? മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താ? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? ഒരു കൺവെൻഷന് ഒരു കർത്താന്റെ ദാസൻ പ്രസംഗിക്കാം, ദൈവത്തെ ആരാധിക്കാം, ദൈവത്തിനെ മഹത്വപ്പെടുത്താറ്. അതിനാണോ മനുഷ്യനെ സൃഷ്ടിച്ചത്? ഇനി എന്തിനു വേണ്ടിയിട്ടാ? അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധിക്കുള്ള അവകാശം ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്? ന്യായവിധി. ആരെ ന്യായം വിധിക്കാൻ? അന്ന് പാപമുള്ളത് ആരൊക്കെ? അന്ന് മനുഷ്യനുണ്ടോ? പിന്നെ മനുഷ്യന് പാപമില്ല. പിന്നെ ആർക്കാ പാപമുള്ളേ? ദൂതന്മാർക്ക് പാപം. അപ്പൊ ദൂതന്മാരെ ന്യായം വിധിക്കാനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകും. അപ്പൊ ഒരു മനുഷ്യനോട് ദൈവത്തിന്റെ എതിരാളിയായ സാത്താൻ ഇത്ര വൈരാഗ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ. എന്താ കാരണം? അവനെ ന്യായം വിധിക്കാനുള്ള സൃഷ്ടിയാണ് ആര്? മനുഷ്യൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതിനകത്ത് ഒരു കാര്യം ഉള്ളത്, അതിനകത്ത് ഒരു അല്പം തർക്കമുള്ള വിഷയമാണെങ്കിലും നമ്മള് നാളെ ഒരു സ്ഥലത്ത് പോകാൻ പോവാ. പോയി കഴിഞ്ഞാൽ അവിടെ നല്ല ഇപ്പൊ ലിതിയ ടൂറിന് പോയിരിക്കുന്നു പറഞ്ഞ പോലെ നാളെ ഒരു വിശേഷമായ ഒരു കാര്യങ്ങൾക്ക് പോകാൻ പോവാ. ഇവിടെ നിന്നുകൊണ്ട് തീരുമാനിക്കുക, ഒരു കാര്യം ചെയ്യാം, നാളെ നമുക്ക് ഇന്ന സ്ഥലത്ത് ഇന്നതിന് പോവാം. അവിടെ ഡൈവിങ്ങിനൊക്കെ ഉള്ള സ്ഥലമുണ്ട്, നീന്താനുള്ള സ്ഥലമുണ്ട്, ബോട്ടിങ്ങിനുള്ള സ്ഥലമുണ്ട്, ഇങ്ങനെയുള്ളതെല്ലാം പോവാം. അപ്പൊ ആരൊക്കെ പോകാം? ഇത് കഴിയുമ്പോഴത്തേക്കും നസറിയെല്ലാം തിരഞ്ഞെടുത്ത് മറിയ, പോള്, ഇങ്ങനെയൊക്കെ ഉള്ള തിരഞ്ഞെടുത്തപ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഇരിക്കുമ്പോ നമുക്ക് ഇത്രയും പേർക്ക് പോയി മനുഷ്യ ജന്മം എടുക്കാം. ഇതുപോലെ സ്വർഗത്തിൽ തീരുമാനം എടുക്കുക. ഇങ്ങനെ വന്നപ്പോഴത്തേക്കും തിരഞ്ഞെടുക്കപ്പെട്ടവർ ആർത്ത് സന്തോഷിക്കുക. എന്താ കാരണം? നാളെ പോയി എന്ത് ചെയ്യാൻ പോവാ? നാളെ മനുഷ്യജന്മം എടുക്കാൻ പോവാ. ഒന്നാമത് എടുക്കുന്ന ആരാ? ഒന്നാമത് തീരുമാനിച്ച ആരെ കുറിച്ചാ? യേശു, ദൈവപുത്രനെ കുറിച്ച്. മറന്നുപോലെ ആരെ കുറിച്ച്? അപ്പൊ ദൈവപുത്രന് ഉള്ള പ്രധാനപ്പെട്ട 5 പേരെന്നാ? വചനം, ദൈവപുത്രൻ, ദൈവശക്തി, ദൈവജ്ഞാനം, ക്രിസ്തു. ഏറ്റവും മുഖ്യമായിട്ടുള്ള ഈ 5 പേരാണ്. ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ മനുഷ്യജന്മം എടുക്കാൻ പോവാം. ഒന്നാമത് എടുക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തു. രണ്ടാമത് തെരഞ്ഞെടുക്കപ്പെട്ടവർ. ഇവരേതാ? ഇവര് ആയിരിക്കണം. അതായത് യോബിന്റെ പുസ്തകം 38:6 വായിക്കാം. അപ്പൊ 38:4 മുതൽ വായിക്കും. യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 4 മുതൽ. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ആ
ആ പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിച്ചു. എന്ത് ചെയ്യാൻ പോകുമ്പോ? ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവാ. അപ്പൊ പ്രഭാത നക്ഷത്രങ്ങള് ഭയങ്കര സന്തോഷത്തിൽ വെച്ച് കർത്താവ് സന്തോഷം. ദൈവപുത്രന്മാരല്ല. ഈ ഒരു വേട് ഏറ്റവും തർക്കവും സംശയവും ഉളവാക്കുന്ന വേടാണ്. ഇത് ദൈവദൂതന്മാരാണെന്ന് അഭിപ്രായമുള്ളവരുണ്ട്, സ്വർഗീയ ജീവികളാണെന്ന് അഭിപ്രായമുള്ളവരുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്. ഇതിന്റെ മൂലഭാഷയിൽ സ്വർഗത്തിലെ ജീവികൾ എന്നുള്ളത് ആണ് എന്റെ. ഇവരെന്തുകൊണ്ട് ഇത്രയും സന്തോഷിച്ചു? ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചു. ദൈവപുത്രന്മാർക്ക് അത്ര സന്തോഷിക്കേണ്ട കാര്യം എന്താ? അതായത് ഇവിടെ നിന്ന് നാളെ എന്തെടുക്കാൻ പോവാ? മനുഷ്യജന്മം എടുക്കാൻ പോവാ. മനുഷ്യജന്മം എടുക്കാൻ പോകുമ്പോ ഞങ്ങൾ പോവാ. അപ്പൊ നമ്മുടെ നായകൻ ആരാ? യേശുവാണ്, ദൈവപുത്രനാണ്. ആദ്യം അതാണ് ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ. രണ്ടാമത് പിന്നെ അതിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ നമ്മളെല്ലാവരും കൂടെ എടുക്കാൻ പോകും. ഇങ്ങനെ മനുഷ്യജന്മം എടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അതിനെക്കുറിച്ച് ചില വിഷയങ്ങൾ ഇനിയും മുൻപോട്ട് ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ അതല്ല ചിന്തിക്കുന്നു. ഇങ്ങനെ ചിന്തിച്ചതിന് ശേഷം ഈ ചിന്തിക്കുന്ന മനുഷ്യന്, ഈ ഉണ്ടാക്കാൻ പോകുന്ന മനുഷ്യൻ എങ്ങനെയുള്ളവനായിരിക്കണം? അവൻ എന്തിനു വേണ്ടിയുള്ളവനാ? ന്യായം വിധിക്കാൻ. അതെന്തുകൊണ്ടാ? അതിന്റെ വചനം ഏതാ? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. അഞ്ചിന്റെ 25 മുതലൊക്കെ വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 5-ന്റെ 25 മുതൽ. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരും. ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാർ വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. അവൻ ആരായിരിക്കാൻ? മനുഷ്യപുത്രനായി. അവനിവിടെ വരുന്നതിന് മുമ്പ് ആരായിരുന്നു? ദൈവപുത്രനായിരുന്നു. ദൈവപുത്രനെ കൊണ്ട് ന്യായം വിധിപ്പിച്ചു കഴിഞ്ഞാൽ അതെന്താ അവിടെ പോരായി? എന്താ? സൃഷ്ടിയെ കൊണ്ട് സൃഷ്ടിച്ച്, അതായത് ഈ ലോകത്തിൽ വന്ന് ജനിച്ച് ദൈവത്തിന്റെ എതിരാളിയായ സാത്താൻ അനുസരണക്കേടാണ് കാണിച്ചത്, നീതികേടാണ് കാണിച്ചത്, ധിക്കാരമാണ് കാണിച്ചത്. എന്തൊക്കെ കാണിച്ചു? നീതികേട്, ധിക്കാരം, അനുസരണക്കേട്. ഞാൻ അത്യുന്നതനോട് സമനാകുമെന്ന് ധിക്കരിച്ചു, ജ്ഞാനത്തെ വഷളാക്കി, ദൈവത്തിന്റെ വചനത്തെ ധിക്കരിച്ചു, ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചില്ല. ഇങ്ങനെയുള്ള ഒരാളെ ന്യായം വിധിക്കുന്നുണ്ട്. ബാക്കി ദൈവത്തിന്റെ നീതിയാണ്. എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് അനുസരിക്കുന്നവനെ കൊണ്ട് അനുസരിക്കാത്തവനെ ന്യായം വിധിക്കും. ദൈവത്തിന്റെ നീതി എന്താ? പറ. കണ്ടോ? അവൻ പറഞ്ഞ കേട്ടാ, പറഞ്ഞ് അനുസരിക്കുന്നവരെ കൊണ്ട് അനുസരിക്കാത്തവനെ. നിങ്ങളെല്ലാവരും ഇന്ന് വേദപുസ്തകത്തിൽ ഒരു അധ്യായം എഴുതണമെന്ന് പറഞ്ഞത് ഒരാള് മാത്രം എഴുതി, ബാക്കി എല്ലാവരും എഴുതിയില്ല. ആര് ന്യായം വിധിക്കും? വായിച്ചവരെ കൊണ്ട് വായിക്കാത്തവരെ ന്യായം വിധിക്കും. വചനം പറ. ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ നീതി, ന്യായവിധിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ നീതി എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? പറഞ്ഞോ.
ന്യായവിധിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നീതി അനുസരിക്കുന്നവരെ കൊണ്ട് അനുസരിക്കാത്തവരെ ന്യായം വിധിക്കും. അതിന്റെ ഉദാഹരണമാണ് ദൈവം ലോകത്തോട് മുഴുവൻ പറഞ്ഞു. കേൾക്കണം, മറിയേ കേൾക്ക്. ദൈവത്തിന്റെ നീതി എന്താ പറഞ്ഞു? ആരനുസരിക്കുന്നുവോ അവരെ കൊണ്ട് അനുസരിക്കാത്തവരെ ന്യായം. ലോകം മുഴുവൻ ഭക്ഷണത്തെ നിറഞ്ഞിരിക്കുമ്പോ ദൈവം നോഹയിൽ കൂടി പ്രസംഗിച്ചു. എല്ലാവരും അവരവർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി പെട്ടകം തീർക്കണം, മാനസാന്തരപ്പെട്ട് തിരിയണം എന്ന് പറഞ്ഞു. പെട്ടകം കേട്ടതും അനുസരിച്ചതും ഒരാൾ മാത്രമേ ഉള്ളൂ. അതാരാ? നോഹ മാത്രമേ ഉള്ളൂ. അവസാനം ലോകത്തെ ന്യായം വിധിച്ച് ആര് മുഖാന്തരം? നോഹ മുഖാന്തരം. വചനം പറ. എബ്രായ ലേഖനം 11-ാം അധ്യായം. അധ്യായത്തിന്റെ 6-ാം വാക്യം. 7 മുതൽ വായിച്ചു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തനിക്കും തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ എന്ത് ചെയ്തു? കുറ്റപ്പെടുത്തിച്ചു. അപ്പോ അനുസരിക്കാത്തവനെ ന്യായം വിധിക്കുന്നു. അപ്പോ ലോകത്തിലേക്ക് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു കാര്യം മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് വേണ്ടത് ഇതാണ്. എന്താണ്? അനുസരിക്കണം. അവനെ കൊണ്ടുള്ള ഉദ്ദേശം എന്താ? ന്യായം വിധിക്കണം. ന്യായം വിധിക്കുന്നത് ആരെ കൊണ്ടാ ന്യായം വിധിപ്പിക്കണേ? അനുസരിക്കുന്നത്. ആരെയാ ന്യായം വിധിക്കുന്നേ? അനുസരിക്കാത്ത. അന്ന് അനുസരിക്കാത്തവരാരാ? ദൂതന്മാർ. പിന്നീട് ലോകത്തെ അനുസരിക്കാത്തവരാരാ? മനുഷ്യൻ. അപ്പൊ ആരെയൊക്കെ ന്യായം വിധിക്കണം? ദൂതന്മാരെ ന്യായം വിധിക്കണം, മനുഷ്യരെ ന്യായം വിധിക്കണം. ആര് ന്യായം വിധിക്കണം? അനുസരണം പൂർത്തിയാക്കിയതാരാ? ക്രിസ്തു യേശു. പിന്നെ അനുസരണം പൂർത്തിയാക്കുന്നതാരാ? സഭ. വായിച്ചോ. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കും. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? വിശുദ്ധന്മാർ എന്ത് ചെയ്യും? ലോകത്തെ വിധിക്കും. അപ്പൊ വിശുദ്ധന്മാർ എന്ത് ചെയ്തിരിക്കണം? അനുസരണത്തിൽ തികഞ്ഞവരായിരിക്കണം. അടുത്തത്. നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ നമ്മൾ ആരെയൊക്കെ വിധിക്കും? ദൂതന്മാരെ വിധിക്കും, ലോകത്തെ വിധിക്കും. ഈ 2 കാര്യങ്ങൾക്ക് പ്രാപ്തരാകണമെങ്കിൽ, ന്യായവിധിക്ക് പ്രാപ്തരാകണമെങ്കിൽ ദൈവത്തിന്റെ ഭക്തന്മാർ ആരായിരിക്കണം? അനുസരണത്തിൽ തികഞ്ഞവരായിരിക്കും. അങ്ങനെ അനുസരണത്തിൽ തികഞ്ഞ നാഥനാണ് ആര്? കർത്താവായ യേശു ക്രിസ്തു. തുടർന്ന് അനുസരണത്തിൽ തികയുന്നവരാണ് ദൈവസഭ. അപ്പോ ന്യായകർത്താക്കൾ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാൻ ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണ് ഈ ലോകത്തിൽ മനുഷ്യ സൃഷ്ടി. അതിൽ ഒന്നാമത്തത് കർത്താവും, രണ്ടാമത്തത് ദൈവസഭയും അല്ലെങ്കിൽ വിശുദ്ധന്മാരും. അപ്പോൾ ഇങ്ങനെ ആണ് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. അപ്പോ ഇങ്ങനെ വചനപ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചത് ന്യായവിധിക്ക് വേണ്ടിയിട്ടാണ്. ന്യായം വിധിക്കണമെങ്കിൽ അവൻ അനുസരണത്തിൽ തികഞ്ഞവനായിരിക്കണം. അനുസരണത്തിൽ അവൻ തികയുമ്പോൾ അവന് ലഭിക്കുന്ന കാര്യങ്ങളാണ് ഒന്നാമത്തത്
അനുസരിക്കുന്നവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം ഉണ്ടാകും. രണ്ടാമത്തത്, അവന്റെ നാവ് ന്യായം സംസാരിക്കും. മൂന്നാമത്തത്, അവന്റെ വായിൽ ജ്ഞാനം ഉണ്ടായിരിക്കും. ഈ 3 കാര്യങ്ങളാണ് അവനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ വേണ്ടേ? നീതിമാന്റെ വായ ജ്ഞാനം സംസാരിക്കുന്നു. അവന്റെ വായിൽ എന്തുണ്ട്? ജ്ഞാനം. വചനം ഏതാ? 37 സങ്കീർത്തനല്ലേ? 38, 29 മുതൽ. 37-29 മുതൽ. നീതിമാന്റെ വായ ജ്ഞാനം സംസാരിക്കും, അവന്റെ നാവ് ന്യായം സംസാരിക്കും, തന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം അവന്റെ ഹൃദയത്തിലുണ്ട്. അപ്പോ ദൈവത്തിന് മുമ്പാകെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണ് ന്യായവിധിക്ക് യോഗ്യത പ്രാപിച്ചവൻ. മനുഷ്യനെ സൃഷ്ടിച്ചത് ന്യായവിധിക്ക് വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ മനുഷ്യനായി സൃഷ്ടിക്കാൻ ദൈവം തീരുമാനിച്ചത് ദൈവപുത്രനെ കുറിച്ചാണ്. രണ്ടാമത്തത് ദൈവപുത്രനിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെ കുറിച്ചാണ്. ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത, അവർ അനുസരണം പഠിച്ചു തികഞ്ഞവരായിരിക്കും. അടുത്ത ഘട്ടം, അങ്ങനെ ദൈവത്തിന് മുമ്പാകെ ന്യായവിധിക്ക് യോഗ്യരായി വരുന്നവരുടെ നാവ് ന്യായം സംസാരിക്കും, വായിൽ ജ്ഞാനം സംസാരിക്കും, ഹൃദയത്തിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം ഉണ്ടായി. ഇത്രയും കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് മുമ്പാകെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സഭ കാലങ്ങൾ കഴിയുമ്പോൾ, വളർച്ചാ പൂർത്തീകരണം വരുമ്പോൾ, ഈ 3 കാര്യങ്ങൾ അവർക്കുണ്ടായിരിക്കണം. ഏതൊക്കെ ഉണ്ടായിരിക്കണം? എന്നതിനെ എവിടെ? നാവിൽ. നാവിൽ ന്യായം. ഞാനെവിടെ? വായിൽ ജ്ഞാനം ഉണ്ടായിരിക്കണം, ഹൃദയത്തിൽ ന്യായപ്രമാണം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ വിധിക്കുന്ന വിധി കൃത്യമായിരിക്കും. എഴുതി വെച്ചിരിക്കുന്ന വിധിയാണ്. ഇപ്പോ ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി എന്ന് വിധിക്കുക, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജി എന്ന് വിധിക്കുക. വിധിച്ച വിധി തെറ്റിപ്പോയി. ഏതുമായിട്ട് തെറ്റിപ്പോയി? ഭരണഘടനയിൽ എഴുതിയിരിക്കുന്ന വിധി. ഭരണഘടനയിൽ എഴുതിയിരിക്കുന്ന വിധി കൃത്യമായിട്ട് അയാളുടെ നാവിൽ വന്നില്ല. കാരണം എന്താ? ആ ഭരണഘടന ഏറ്റവും ആദ്യം എവിടെ വരണം? ഹൃദയത്തിൽ വരുന്നതിനാണ് എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത് അതിനു വേണ്ടിയിട്ട്. ആ പഠനത്തിൽ തെറ്റിപ്പോയി. യഥാർത്ഥ രീതിയിൽ ഏറ്റവും ആദ്യമേ വേണ്ടത് ന്യായപ്രമാണം ഹൃദയത്തിൽ വരണം. വായിൽ ആ ന്യായപ്രമാണത്തെ ആധാരമാക്കിയുള്ള ജ്ഞാനം വേണം. അതിൽ നിന്ന് ന്യായം പുറപ്പെട്ടു വരണം. അതിന് ചില ഘട്ടങ്ങളുണ്ട്. ഇത് മനുഷ്യനിൽ വരണമെങ്കിൽ അവന് ചില ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകണം. ന്യായപ്രമാണം അവന്റെ ഉള്ളിലാകണമെങ്കിൽ അവൻ ഒന്നാമത് പാല് കഴിക്കണം. ന്യായപ്രമാണം മനുഷ്യൻ ഭക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ വിവിധ അവസ്ഥകളൊന്ന് പറയാമോ? ഒരു 12 അവസ്ഥകളുണ്ട് വചനത്തിന്. അതൊക്കെയൊന്ന് പറയാമോ? ആത്മാവിന്റെ വാളാണ് വചനം. പിന്നെ മഴയുമാണ് വചനം. പിന്നെ വിത്താണ് വചനം. തേനാണ് വചനം. അത് നമ്മൾ പഠിക്കുന്നുണ്ട് ഇനി തുടർച്ചയായിട്ട് വരുമ്പോൾ. ഇത് ഓരോരോ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത്
ന്യായപ്രമാണം ഒരാളുടെ ഉള്ളിലാകണമെങ്കിൽ ഏറ്റവും ആദ്യം അവൻ ഈ വചനം ഭക്ഷണമായിട്ട് പ്രാപിക്കണം. ഭക്ഷണത്തിന് നമ്മൾ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം പാലും, വളർച്ച പ്രാപിക്കുന്നവർക്കുള്ളത് ഭക്ഷണം ആഹാരവും, ദൃഢഗാത്രൻ അതായത് നല്ല ശക്തിയുള്ള വയ്ക്കണമെങ്കിൽ കട്ടിയുള്ള ആഹാരം. ഏതൊക്കെയാ? കുഞ്ഞുങ്ങൾ ഭക്ഷിക്കുന്നത് പാല്, പിന്നെ സാധാരണ അത് വളർച്ചയിലേക്ക് വരുന്നവര് ആഹാരം കഴിക്കും. പിന്നെ ശക്തിയുള്ള കഴിക്കുന്നവര് കട്ടിയുള്ള ആഹാരം. കട്ടിയുള്ള ആഹാരം കഴിക്കുന്നവർക്ക് കഴിക്കുന്നവരുടെ വായിലാണ് എന്ത് വരുന്നത്? ന്യായപ്രമാണം ന്യായമായിട്ട് നാവിൽ വരും. ദൈവത്തിന്റെ വചനം ഒന്നാമത് കഴിക്കേണ്ടത് എന്തായിട്ടാണ്? പാലായിട്ട്. ഈ വചനം പാല് ആയിട്ട് നമ്മുടെ പ്രാണനിലേക്ക് വരണമെങ്കിൽ നമുക്ക് 5 കാര്യങ്ങൾ ഒഴിവാക്കണം. പഠിച്ചിട്ടുള്ളതാ. ഏതൊക്കെയാന്ന് പറയാം? അല്ല, 5 കാര്യങ്ങൾ ത്യജിച്ചാലേ ഇത് നമ്മൾ വായിക്കുമ്പോൾ കഥ വായിക്കുന്ന പോലെ ഇരിക്കും, വെറും ചരിത്രം വായിക്കുന്ന പോലെ ഇരിക്കും, വെറും വചനം വായിക്കുന്ന പോലെ ഇരിക്കും. പക്ഷെ 5 കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് പാലായിട്ട് വരും. ആ 5 കാര്യങ്ങളാണ്: ആകയാൽ സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, എല്ലാ നുണയും, പിന്നെ അസൂയയും. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ 1. ആകയാൽ സകല ദുഷ്ടതയും ഏറ്റവും ആദ്യമേ നീക്കിക്കളയേണ്ടതാണ്. എന്താണ്? ദുഷ്ടത നീക്കണം. എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞു. എത്ര കാര്യം നീക്കണം? പറഞ്ഞേ. 5 കാര്യങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞേ? മറിയ പറഞ്ഞേ. നുണ, വ്യാജഭാവം, അസൂയ, ചതിവ്, ദുഷ്ടത. വെരി ഗുഡ്. ഓർത്തോ? ഇത്രയും കാര്യങ്ങൾ നീക്കിയതിനു ശേഷം മാത്രമേ വചനം ശിശുക്കളെ പോലെ രക്ഷക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഇത്രയും നീക്കി കളഞ്ഞാൽ മാത്രമേ ഇത് എന്തായി തീരുള്ളൂ. നമ്മള് പഠിച്ചിട്ടുണ്ട്, ചില സമയത്ത് വചനം, നമ്മൾ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും വചനം വായിച്ച അപ്പൊ ശാന്തമാവും. ചിലപ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? വചനം ഞാൻ എല്ലാം ഭയങ്കര വിഷമത്തിലിരുന്നതാ, എന്നാ വചനം വായിക്കുമ്പോൾ എനിക്ക് സാധാരണ ഒരു ആശ്വാസം കിട്ടുന്നതാ. എനിക്ക് വചനം വായിച്ചപ്പോൾ ആശ്വാസം കിട്ടിയില്ല. എന്തുകൊണ്ടായത്? വചനം എന്തായിട്ട് ഉള്ളിൽ ചെന്നില്ല, പാലായിട്ട് ഉള്ളിൽ ചെന്നില്ല. പാലായിട്ട് ഉള്ളിൽ ചെന്നെങ്കിൽ അപ്പൊ എന്തുകൊണ്ട് പാലായിട്ട് ഉള്ളിൽ ചെല്ലാതിരുന്നതിന്റെ കാരണം ഈ 5 കാര്യങ്ങൾ ഏതൊന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. അതാ 131 സങ്കീർത്തനം പറയുന്നത്. എന്താ? അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എന്റെ പ്രാണൻ എന്റെ അടുക്കൽ, ബാക്കി പറ, മുലകുടി മാറിയതുപോലെ ആവുന്നു. ആ ബാക്കി അങ്ങനെ തന്നെയാ. പാല് കുടിച്ചു കിടന്നുറങ്ങുന്നത് പോലെ പ്രാണൻ ശാന്തമായിട്ട് സ്വസ്ഥമായി. പക്ഷെ അത് പാലായിരിക്കണം ഉള്ളിൽ ചെല്ലണത്. നമ്മളിത് വായിക്കുമ്പോഴത്തേക്കും പല പോയിന്റുകള്, ജ്ഞാനങ്ങള്, പല ഇതൊക്കെ വരും. പക്ഷെ പാലാകണമെങ്കിൽ ഈ 5 കാര്യം തോന്നും. ഈ 5 കാര്യം വിട്ടില്ല എങ്കിൽ മുഴുവൻ ടെക്നിക്കലായിട്ടുള്ള, അതായത് ഒന്നുകിൽ അതിന് ജ്ഞാനം കണ്ടെത്താൻ പറ്റും, സൂത്രം, പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും. പാലായിട്ട് എവിടെ ചെല്ലണം? ബാക്കി ഓർത്തണം. അമ്മയുടെ അടുക്കൽ മുലകുടി മാറി 133 സങ്കീർത്തനം അത് വായിച്ച് അതെപ്പോഴും അറിയാമോ? സോറി 131 സങ്കീർത്തനം 2-ാം വാക്യം.
ഞാൻ എന്റെ പ്രാണനെ താലോലിച്ചും മിണ്ടാതാക്കിയിരിക്കുന്നു. മനസ്സിലായില്ലേ? അതായത് അപ്പൊ പ്രാണൻ ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കുക? മിണ്ടാതിരിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിളിച്ചോണ്ടിരിക്കുക. പിള്ളേര് നിലവിളിക്കുന്ന പോലെ ഈ പ്രാണൻ ഇങ്ങനെ നിലവിളിക്കും. നമ്മുടെ പ്രാണൻ ഇങ്ങനെ കിടന്ന് അസ്വസ്ഥപ്പെടും. അപ്പൊ അന്നേരം ഞാൻ താലോലിച്ച് മിണ്ടാതായി. ആ തന്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതലെന്ന പോലെ എന്റെ പ്രാണൻ എന്റെ അടുക്കൽ മുലകുടി മാറിയത് പോലെ. പാല് തന്നെ കിട്ടിയാലേ അത് ശാന്താവൂ. 131-ന്റെ 2-3. അപ്പോ എന്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആകുന്നു. അപ്പോ നമ്മുടെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ഈ അപ്പൊ ഇത് 1-ാമത്തെ ഘട്ടമാണ്. ഇത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ ഈ പ്രാണൻ ഇങ്ങനെ നടക്കും. പക്ഷെ ഈ സമയത്ത് ഒരിക്കലും നാവിൽ എന്തുണ്ടാവില്ല? ന്യായം ഉണ്ടാവില്ല. പാല് കുടിക്കുന്നവന് ഒരിക്കലും നാവിൽ എന്ത് വരില്ല? ന്യായം വരില്ല. അടുത്ത ഘട്ടം 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കും. 3-ലെ 3. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പൊ ആദ്യം ഇവര് കൊടുത്തതാ പാലാണ് കിട്ടിയത്. പാൽ കുടിക്കുന്നതിനെല്ലാം മതി. അപ്പോ ഇപ്പോഴും അവരുടെ ഉള്ളില് എന്തുണ്ട്? ഈർഷ്യയും പിണക്കവും. അപ്പോ ഒരു മനുഷ്യന്റെ ജീവിതത്തില് അവൻ ഈ 5 കാര്യങ്ങൾ ചെയ്യുന്നില്ല. അവൻ എന്നും പാല് കുടിച്ചോണ്ടിരിക്കുക. ഈ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം അവന് വളർച്ച ഇല്ല. കാരണം വളരണമെങ്കിൽ പാല് മാത്രം കുടിച്ചാൽ വളരില്ല. എന്ത് കഴിക്കണം? ആഹാരം കഴിക്കണം. ഈ വചനം ആഹാരമായി തീരണമെങ്കിൽ, പാലായി തീരണമെങ്കിൽ എന്ത് വേണം? നഥനയിലെ 5 കാര്യങ്ങൾ പറഞ്ഞു. 5 കാര്യങ്ങൾ ഏതൊക്കെയാ? വ്യാജഭാവം, അസൂയ, നുണ, ദുഷ്ടത, പിന്നെ ചതി. ഇത്രയും കാര്യങ്ങൾ അങ്ങ് മാറിക്കഴിഞ്ഞാൽ പാലാവും. പക്ഷെ പിന്നെയും 2 കാര്യങ്ങൾ ബാക്കി എടുക്കുക. ഏതൊക്കെയാ? ഈർഷ്യയും പിണക്കവും. ഈർഷ്യയും പിണക്കവും ഇരിക്കുന്നിടത്തോളം കാലം ഇതെന്താവില്ല? ആഹാരമാവും. ഇത് രണ്ടും കൂടെ അങ്ങ് നീക്കിക്കഴിഞ്ഞാൽ അവൻ എന്ത് കഴിക്കും? ആഹാരം കഴിക്കും. അപ്പൊ അവന് പെടുത്ത് വളരാൻ പറ്റും. പക്ഷെ അപ്പോഴും എന്ത് വരില്ല? നാവിന് പറ്റത് വന്നിട്ടില്ല. ഏതാ? ന്യായം വന്നിട്ടില്ല. നമുക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മൾ ന്യായകർത്തായി തീരണമെങ്കിൽ എന്തൊക്കെ വരണം പറഞ്ഞ്? നാവിൽ ന്യായം, വായിൽ ജ്ഞാനം, ഹൃദയത്തിൽ ന്യായപ്രമാണം. ഇത് 3ഉം വരണമെങ്കിൽ പാല് കുടിച്ചാലും പോരാ, ഭക്ഷണം കഴിച്ചാലും പോരാ, പിന്നെ എന്ത് വേണം? ഇനി എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11 പോലെ വായിച്ചു. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട് എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നുകൊണ്ട് തെളിയിച്ചു തരുവാൻ പ്രയാസം. കാലം നോക്കിയാൽ നിങ്ങളിപ്പോ ആരായിരിക്കണം? ഉപദേഷ്ടാക്കന്മാരായിരിക്കണം. അതായത് നാളെ ന്യായവിധിക്കുള്ള യോഗ്യത ഉണ്ട് എങ്കിൽ അതിനു മുമ്പേ ഭൂമിയിൽ വെച്ച് തന്നെ അവൻ ആരായിത്തീരും? ഉപദേഷ്ടാവായി. ഉപദേശം, അതാണ് ഉപദേശം പഠിക്കണമെന്ന് പറയുന്നത്.
മറ്റുള്ളവരെ ഉപദേശിക്കുക എന്നുള്ളത് മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ദയയുള്ള ന്യായമുള്ള ഉപദേശം അവന്റെ വായിൽ ഉണ്ടായിരിക്കണം. 3 യോഗ്യതകളാണ്: പുരോഹിതൻ, ജ്ഞാനി, പിന്നെ പ്രവാചകൻ. 3 യോഗ്യതകളാണ്. ഏതൊക്കെയാണ്? പുരോഹിതൻ, ജ്ഞാനി, പ്രവാചകൻ. പ്രവാചകന്റെ പക്കൽ എന്തുണ്ടാവും? അരുളപ്പാടുണ്ടാവും. പ്രവാചകന്റെ പക്കൽ അരുളപ്പാടും, പുരോഹിതന്റെ പക്കൽ ജ്ഞാനിയുടെ പക്കൽ ഉപദേശവും, യിരെമ്യാവ്. പതിനെട്ടിന്റെ 18. എന്നാൽ അവർ വരുവിൻ, നമുക്ക് യിരെമ്യാവിന്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം. പുരോഹിതന്റെ പക്കൽ ഉപദേശവും. പുരോഹിത ശുശ്രൂഷ ഉള്ളവന്റെ പക്കൽ എന്തുണ്ടാവും? ഉപദേശം ഉണ്ടാകും. ജ്ഞാനിയുടെ പക്കൽ ആലോചന ഉണ്ടാകും. പ്രവാചകന്റെ പക്കൽ അരുളപ്പാടുണ്ടാകും. ഈ 3 കാര്യങ്ങൾ ഉണ്ടാകും. ഇതിനു വേണ്ടിയിട്ടാണ് അവരെ വളർത്തുന്നത്. അപ്പോ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വചനം കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേശകന്മാരായിരിക്കേണ്ടത് നിങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായിട്ടുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനല്ല, അതിന്റെ 13-ാം വാക്യം വായിച്ചേ. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ, അവൻ ശിശുവല്ലോ. പാൽ കുടിക്കുന്നവന്റെ നാവിൽ ഒരിക്കലും എന്ത് വരില്ല? ന്യായം വരില്ല. 3 ശുശ്രൂഷയുടെ കാര്യം ഓർത്തോളണം. പ്രവാചകന്റെ പക്കൽ എന്തുണ്ടാവും? അരുളപ്പാട്. ജ്ഞാനിയുടെ പക്കൽ ആലോചന. പുരോഹിതന്റെ പക്കൽ ഉപദേശം. തിരിച്ചും മറിച്ചും പഠിക്കണം. ഞാൻ എത്ര ചെയ്തപ്പോ ഞാൻ മറന്നുപോയി. ജ്ഞാനിയുടെ പക്കൽ എന്തുണ്ടാവും? ആലോചന ഉണ്ടാവും. പുരോഹിതന്റെ പക്കൽ ഉപദേശം. പ്രവാചകന്റെ പക്കൽ ആലോചന. ആരുടെ പക്കൽ? ജ്ഞാനിയുടെ പക്കൽ. അരുളപ്പാട് ആരുടെ പക്കൽ? ഉപദേശം ആരുടെ പക്കൽ? ഇതിങ്ങനെ തിരിച്ച് മറിച്ച്. കാരണം ഒരു ശുശ്രൂഷയ്ക്കുണ്ടല്ലോ, ശുശ്രൂഷയ്ക്ക് പ്രത്യേകിച്ചുള്ളവർ ശ്രദ്ധിക്കേണ്ടത്. ശുശ്രൂഷയുടെ ശക്തി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കൃത്യം പോയിന്റുകൾ. ഇത് ആത്മാവില് ആരാധിക്കുന്ന ഒരു സഭയുടെയിലേക്ക് ഈ വചനാംഗ വീണാലുണ്ടല്ലോ, ആണി പറിച്ചു കഴിഞ്ഞാൽ പോവില്ല. ആയുഷ്കാലത്ത് കേട്ടോണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനമുണ്ട്, അവരുടെ ഹൃദയത്തിൽ ആണി അടിക്കുന്ന പോലെ അത് ചെന്ന് കയറും. പുരോഹിതന്റെ പക്കൽ ഉപദേശവും, ജ്ഞാനിയുടെ പക്കൽ ആലോചനയും, പ്രവാചകന്റെ പക്കൽ അരുളപ്പാടില്ലാതിരിക്കില്ല. ഈ 3 കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ അവനിൽ വരണമെങ്കിൽ, നാവിൽ ന്യായം ഉണ്ടാകണമെങ്കിൽ, അവൻ ഒരിക്കലും ശിശുവിന്റെ വായിൽ അത് വരില്ല. അത് വരണമെങ്കിൽ കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കുന്നവരല്ലേ വരും. കട്ടിയായിട്ടുള്ള ആഹാരം. അതെന്താ കട്ടിയായിട്ടുള്ള ആഹാരത്തിന്റെ പ്രത്യേകത? അത് വായിച്ചോ. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായിട്ടുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് പറ്റുകയുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ ചിരിച്ചിട്ട് കേൾക്കണം. അതായത് ഇപ്പൊ പറഞ്ഞ വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരാള് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരുന്ന് മയങ്ങി, കുറച്ചങ്ങ് മയങ്ങി പോയപ്പോഴത്തേക്കും അപ്പുറത്ത് ഒരാള് വന്നിരുന്നു. ഇയാൾ കണ്ടില്ല. അയാള് ബീഡി വലിക്കും, പുക വലിച്ചിട്ട് ആ പുക പതുക്കെ ഇയാളുടെ മൂക്കിൽ വന്നു. പെട്ടെന്ന് ഇയാൾ ചാടിയും കഴിഞ്ഞു. വിശ്വാസിയാണ്. ഇയാള് എങ്ങനെ അറിഞ്ഞു? ബീഡി വലിക്കണുണ്ടോ?
ഇത് തന്റെ മൂക്ക് വന്ന് കയറിയത് കണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ തിരിച്ചറിഞ്ഞു? എവിടെ വെച്ച് തിരിച്ചറിഞ്ഞു? നമുക്ക് മനുഷ്യന് എത്ര ഇന്ദ്രിയമുണ്ട്? 5 ഇന്ദ്രിയമുണ്ട്. ഏതൊക്കെയാ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. അവിടെ വെച്ച് തന്നെ ഇത് തിരിച്ചറിയും. വളർച്ച പ്രാപിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ തിരിച്ചറിയും. എവിടെ? ഇന്ദ്രിയത്തിൽ വെച്ച് തന്നെ. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. കർത്താവിന്റെ അടുക്കൽ നിത്യകൂടാരത്തിൽ ആർ പാർക്കും? ദൈവത്തിന്റെ കൂടാരത്തിൽ ആര് പാർക്കണം? ആരാ? കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയും. കയറ. പിന്നെ രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയും. പിന്നെ ദോഷം കെടാവണ്ണം കണ്ണടച്ചു കളയും. ഇതൊക്കെ പ്രശ്നം എവിടെയാ തന്നെ? കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ത്വക്ക് റിജക്ട് ചെയ്ത് കളയും. ചെവി റിജക്ട് ചെയ്ത് കളയും. കണ്ണ് റിജക്ട് ചെയ്ത് കളയും. അരുതാത്ത രുചി വായിൽ വന്നിട്ടുണ്ടെങ്കിൽ തുപ്പിക്കളയും. തനിക്ക് ഇഷ്ടമല്ലാത്ത, തനിക്ക് ദൈവത്തിന്റെ ഹിതമല്ലാത്ത ഒരു കാര്യം വായിൽ രുചിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടേസ്റ്റ് ചെയ്ത് അകത്ത് വരുന്നതിന് മുമ്പ് തുപ്പിക്കളയും. അപ്പൊ എവിടെ വെച്ച് റിജക്ട് ചെയ്യും? കട്ടയായിട്ടുള്ള ആഹാരം കഴിച്ചാൽ ഇന്ദ്രിയങ്ങളിൽ വെച്ച് റിജക്ട് ചെയ്യും. ഇന്ദ്രിയങ്ങളിൽ വെച്ച് റിജക്ട് ചെയ്ത് കളയും. ആഹാരം കഴിക്കുന്നവനോ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ അയ്യോ എനിക്ക് കഴിക്കാൻ പാടില്ലായിരുന്നല്ലോ, അത് വേണ്ടായിരുന്നു എന്ന്. പാല് കുടിക്കുന്നവനോ അത് കഴിച്ചതിന് ശേഷം വേറെ ആൾ പറയുമ്പോഴറിയുന്നേ, നീ എന്നെ പണി ചെയ്താ അത് ശരിയാണ്, കിട്ടി പങ്കെടുത്ത് മേടിച്ച് വിഴുകി. അത് പറയും. 3 സ്ഥലത്ത് വെച്ച് റിജക്ട് ചെയ്യും. ഒന്ന് പറഞ്ഞേ, ഒന്ന് വിളിച്ച്. പാല് കുടിക്കുന്നവൻ എവിടെ വെച്ച് റിജക്ട് ചെയ്യും? ആരെങ്കിലും പാപബോധം വരുത്തി കഴിയുമ്പോൾ, അല്ലെങ്കിൽ പാപബോധത്തെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ റിജക്ട് ചെയ്യും. ആഹാരം കഴിക്കുന്നവനോ ഉള്ളിൽ പ്രാപിച്ചതിന് ശേഷം റിജക്ട് ചെയ്യും. ഇന്ദ്രിയ തിരക്കുള്ളവനോ ഉള്ളിൽ പോയി എവിടെ വെച്ച് റിജക്ട് ചെയ്യും? ഇന്ദ്രിയങ്ങളിൽ വെച്ച്. അതാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. അകൃത്യം വായെ പഠിപ്പിക്കുകയില്ലയോ? വായിൽ വെച്ച് തന്നെ, ഇന്ദ്രിയങ്ങളിൽ വെച്ച് തന്നെ അകൃത്യം അറിയുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അപ്പൊ ഉള്ളവരെയാണ് എന്ത് വരുന്നത്? കട്ടയായിട്ടുള്ള ആഹാരം കഴിക്കുന്നതും അവര് നാവില് എന്ത് വരുന്നത്? ന്യായം. അപ്പൊ കർത്താവ് ഈ ലോകത്തിലേക്ക് വരുമ്പോ കർത്താവിന്റെ അടുക്കൽ ഒരു ദോഷം മുടിയെന്ന് കഴിഞ്ഞാൽ കർത്താവിനത് എടുക്കുന്നതിന് മുമ്പേ അറിയാം. കർത്താവിന്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഈ വചനം നമ്മൾ പ്രാപിക്കുമ്പോൾ ഇത് പാലായി തീരണമെങ്കിൽ എത്ര കാര്യങ്ങൾ നീക്കണം? 5 കാര്യങ്ങൾ. അതൊക്കെ പാലായി. ഇത് ആഹാരമായി തീരണമെങ്കിൽ ഏതൊക്കെ നീക്കണം? വീണ്ടും 2 കീർഷയും പിണക്കവും നീക്കണം. ഇത് കട്ടിയായിട്ടുള്ള ആഹാരമായി തീരണമെങ്കിൽ, ഇത് കട്ടിയായിട്ടുള്ള ആഹാരമായിട്ട് നമ്മൾ ഭക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? ഇന്ദ്രിയങ്ങളിൽ വെച്ച് തന്നെ ഇന്ദ്രിയ തഴക്കം വേണം. ആ സമയമാണ് ഇത് മനുഷ്യനിൽ നീതിയുടെ വചനമായി അവന്റെ ഹൃദയത്തിൽ വസിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ നാവാണ് എന്ത് സംസാരിക്കുന്നത്? ന്യായം സംസാരിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് ഒരു മനുഷ്യ ജീവിതം ഏറ്റവും കൂടുതൽ വളർച്ചാ പൂർത്തീകരണം വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് ഏതാണ്? അടുത്ത ഘട്ടത്തിലേക്ക് ഒരു ഘട്ടവും കൂടി ഉണ്ട്. എന്താണ്? പാപം അറിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അവസ്ഥ.
ദൈവത്തിന്റെ വചനം പാലായി തീരണമെങ്കിൽ 5 കാര്യങ്ങൾ നീക്കണം. ആഹാരമായി തീരണമെങ്കിൽ വീണ്ടും 2 കാര്യങ്ങൾ കൂടി നീക്കണം. അത് കട്ടിയായിട്ടുള്ള ആഹാരമായി തീരണമെങ്കിൽ അവൻ ഇന്ദ്രിയ തഴക്കം വരണം. അടുത്തൊരു ഭാഗമുണ്ട്. എന്താണ്? പാപം അറിയാത്തവൻ എന്നുള്ള അവസ്ഥ. ഈ അവസ്ഥയ്ക്കാണ് റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കുന്നത്. 16-ന്റെ 19. ന്യായവിധി ആരെ കൊണ്ടാ ചെയ്യിക്കണേ? ആരെ വിധിക്കും? അനുസരിക്കാത്തൊരു വിധി. അപ്പോ വളർന്ന് എത്രാമത്തെ ഘട്ടത്തിലാ അപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത്? വചനം 5 കാര്യങ്ങൾ നീക്കിക്കളഞ്ഞ് പാല് പ്രാപിച്ചു. 2 കാര്യങ്ങളും കൂടെ നീക്കി ആഹാരം പ്രാപിച്ചു. ഇന്ദ്രിയ തഴക്കത്താല് കട്ടിയായിട്ടുള്ള ആഹാരവും പ്രാപിച്ചു. എന്നാൽ ഇനി അടുത്തൊരു ഭാഗമുണ്ട്. എന്താണ് ആ ഭാഗം? നിങ്ങളുടെ അനുസരണം ബോധ്യമായി. നിങ്ങൾ ഇപ്പൊ കട്ടിയായിട്ടുള്ള ആഹാരമൊക്കെ കഴിക്കണേ. പാപമൊക്കെ ഇന്ദ്രിയങ്ങളിൽ വെച്ച് തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നിങ്ങൾക്കൊരു ഘട്ടമുണ്ട്. അത് പറഞ്ഞേ. നിങ്ങൾ അനുസരണം പൂർത്തീകരിച്ച് വന്നത് കൊണ്ട് നിങ്ങൾ നിമിത്തം ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് ഇനി അടുത്തൊരു ഘട്ടമുണ്ട്. നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞാനികളും ആയിരിക്കണമെന്ന് ജ്ഞാനിച്ചിരിക്കുന്നു. കർത്താൻ സ്വതം. നന്മയ്ക്ക് ജ്ഞാനികൾ, തിന്മയ്ക്ക് അജ്ഞാനികൾ. തിന്മ എന്ന് പറഞ്ഞാൽ പാപം. പാപത്തിന് അജ്ഞാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം അറിയാത്തവൻ. അത് ആരുടെ സ്വഭാവമാണ്? യേശു ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. ആ നിലയിലേക്ക് വരണം. തിന്മയ്ക്ക് അജ്ഞാനികളാക്കണം. ഇത്രയും കാലം നിങ്ങൾ അനുസരണം പഠിച്ച് ദൈവം സമ്മതിച്ചു. ഘട്ടത്തിലേക്ക് കിടക്കാൻ പോവാ. ഇനി ആരാൻ പോവാ? അവസാനം ഈ പഠിച്ച് എല്ലെല്ലാമും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിയമവും വകുപ്പുകളും ഒക്കെ പഠിച്ചതിന് ശേഷം ഇവരെ നിയമിക്കാൻ പോവാ. ന്യായകർത്താക്കന്മാരായിട്ട് ജഡ്ജിമാരായിട്ട് നിയമിക്കാൻ പോവാ. ആ നിയമനത്തിലേക്ക് വരുമ്പോ അതിന്റെ യോഗ്യതയാണ് ആര്? ഇവന്റെ യേശുവിന്റെ സ്വഭാവം. അവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. ആ ഭാഗ്യം ഓർത്തുകൊള്ളണം. നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞാനികളുമായിരിക്കണം. ഒരു യേശുവിന് പാപം ചെയ്യാൻ പറ്റുമോ? യേശുവിന് ഒരു പാപം ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? പാപം അറിയില്ല. പാപമില്ല. പാപമില്ലാത്ത എന്നാ ഒരു കാരണമില്ലാതെ ഒരു സാധുവായ ഒരു മനുഷ്യന്റെ ചെവിതിരിയുടെ ഒറ്റ അടി കൊടുക്കാൻ യേശുവിന് ആരോഗ്യമില്ലേ? ഇല്ലേ? കാരണം മന്ദിരത്തിൽ കയറി നാണ്യപീഠം ഒക്കെ മറിച്ചിട്ട് കളഞ്ഞ് ചാട്ടവാറെടുത്ത് എല്ലാവരും അടിച്ചു ഓടിക്കുന്ന ആ കൈ കൊണ്ട് ഒരു സാധുവിനിട്ട് 2 അടി കൊടുക്കാൻ കഴിയില്ലേ? കഴിയുമല്ലോ. എവിടെ കൊണ്ട് കഴിയും? ശരീരം കൊണ്ട് കഴിയും. എവിടെ കൊണ്ട് കഴിയില്ല? കൊണ്ട് കഴിയും. അപ്പൊ പാപം അറിയാത്തവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ പാപം അറിയാത്തതെന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യണം കണ്ടോണ്ട് ചെയ്താൽ പോയി എന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞേ? തന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് പ്രസവിച്ചിട്ട് കുറച്ച് നേരമായുള്ളൂ. ആ കുഞ്ഞിനെ എടുത്ത് വലിച്ചെറിയാനായിട്ട് അമ്മയെ കൊണ്ട് പറ്റുമോ? പറ്റൂല. ആരോഗ്യമില്ലാഞ്ഞിട്ടാണോ? ശരീരം കൊണ്ട് സാധിക്കും. എന്തുകൊണ്ട് സാധിക്കില്ല? മനസ്സുകൊണ്ട് സാധിക്കില്ല. പാപം അറിയാത്തവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് അതിന്റെ അർത്ഥം? പറഞ്ഞു. ശരീരം കൊണ്ട് കായികമായിട്ട് സാധിച്ചെന്നിരിക്കാം, പക്ഷെ മനസ്സുകൊണ്ട് സാധിക്കും. ഈ നിലയാണ് ഒരു മനുഷ്യൻ ഇത് നിയമിക്കുന്നതിന് മുമ്പേ. മനസ്സിലായി? ഹൈക്കോടതിയില് സുപ്രീം കോടതി ജഡ്ജി ആയിട്ട് എല്ലാ കാര്യങ്ങളും യോഗ്യതയെല്ലാം തികഞ്ഞിരിക്കുക. സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവാ. അപ്പോയിന്റ്മെന്റ് കോർട്ടിലെ ജഡ്ജി ആയിട്ട് നിയമിക്കാനുള്ള നിയമന ലെറ്റർ ആയിട്ട് കയ്യിലിരിക്കുക. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് വായിന്ന് വരുന്ന വിധിയാ.
ഇതുപോലെ നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞാനികളുമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത വായിച്ചേ. ഇത് വന്നു കഴിഞ്ഞാൽ കർത്താവ് സാധനം ഇത് നിങ്ങൾക്ക് വന്നാൽ എത്രാമത്തെ ഘട്ടമായി? പാല് വന്നു, ആഹാരം കിട്ടി, കട്ടിയുള്ള ആഹാരം കിട്ടി. അടുത്തത് പാപമറിയാത്ത അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ യോഗ്യതയായി കഴിഞ്ഞാൽ സമാധാനത്തിന് ദൈവം എഴുന്നേറ്റ്. സമാധാനത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി അറിയോ? ഇവന് വേണ്ടിയിട്ട് സമാധാനം എഴുന്നേറ്റിട്ട് ഏറ്റവും ആദ്യം എന്തെങ്കിലും ഏറ്റവും ആദ്യം പറയാമെന്നറിയാം. ഈ നിലയിലെത്തിക്കഴിഞ്ഞാൽ ചവിട്ടാൻ പറയും. ആരെ? വായിച്ചു. സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ച് കളയും. അതാണ് ന്യായവിധികളുടെ യോഗ്യതയിൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ പ്രാപിക്കുന്ന ശ്രേഷ്ഠമായ ഘട്ടം. സാത്താനെ അവന്റെ കാൽ കീഴെ ചതച്ച് കളയും. കാരണം അവൻ ആ യോഗ്യത പ്രാപിച്ചു. ഇതാണ് ഈ ലോകത്തിൽ വന്നാൽ ദൈവം ഒരു മനുഷ്യനെ വളർത്തുന്ന വിധം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്നുകൂടി നമ്മൾ ചിന്തിച്ച് നിർത്തുക. അടുത്ത ഭാഗത്തേക്ക്, അടുത്ത വാക്യം നമ്മൾ ഓർത്തുകൊള്ളണം. അടുത്തത് മനുഷ്യന്റെ സൃഷ്ടി, ആദാമ്യ സന്ധി ക്രിസ്ത്യാനി എന്നുള്ള വിഷയമാണ് ഞാൻ പറയാനായിട്ട് വന്നത്. അത് കുറച്ച് മുമ്പോട്ട് പോകും. അതുകൊണ്ട് ഇതിവിടെ വെച്ച് നമ്മൾ നിർത്തുക. ഒന്നാമത് തന്നെ, ഈ ലോകത്തിൽ മനുഷ്യ ചരിത്രത്തിന് എത്ര കാലഘട്ടം ഏകദേശം ഉണ്ട്? 6000. അതിനു മുമ്പ് മനുഷ്യനുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. മനുഷ്യനായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആരായിട്ടുണ്ടായിരുന്നു? യേശു ആരായിട്ടുണ്ടായിരുന്നു? ദൈവപുത്രനായിട്ടുണ്ടായിരുന്നു. മനുഷ്യനോ? അവർക്ക് വാക്ക് മറന്നുപോകരുത്, തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടുണ്ടായിരുന്നു. അവരെക്കുറിച്ച്, മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? ലോകത്തെ സൃഷ്ടിച്ചതിന് അവൻ ന്യായം വിധിക്കാനാണ്. ആരെയൊക്കെ? ദൂതന്മാരെ ന്യായം വിധിക്കും. 2, അനുസരിക്കാത്തവരെ ന്യായം വിധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവരെ ലോകത്തിലേക്ക് സൃഷ്ടിക്കാൻ ഇടയായിത്തത്. അങ്ങനെ ന്യായം വിധിക്കുമ്പോൾ അവരെന്തെല്ലാം പ്രാപിച്ചിരിക്കണം? ഹൃദയത്തിൽ ന്യായപ്രമാണവും, വായിൽ ജ്ഞാനവും, നാവിൽ ന്യായവും പ്രാപിച്ചിരിക്കണം. അങ്ങനെ പ്രാപിക്കുന്നവരെ കൊണ്ട് ന്യായം വിധിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ന്യായം വിധിക്കുവാൻ തക്കവണ്ണം നാവിൽ ന്യായവും, വായിൽ ജ്ഞാനവും, ഹൃദയത്തിൽ ന്യായപ്രമാണവും വരണമെങ്കിൽ അതിന് ഉള്ള ഘട്ടങ്ങളുണ്ട്. ഒന്ന്, അവൻ ദൈവത്തിന്റെ വചനത്തെ 4 ഭാഗമായിട്ട് ഭക്ഷിക്കണം. ഒന്ന്, പാലായിട്ട് ഭക്ഷിക്കണം, ആഹാരമായിട്ട് ഭക്ഷിക്കണം, കട്ടിയായിട്ടുള്ള ആഹാരമായിട്ട് ഭക്ഷിക്കണം, പാപം അറിയാത്ത അവസ്ഥയിലെത്തണം. സ്തോത്രം. അതാണ് ക്രിസ്തുവിന്റെ നിഷ്കളങ്കത എന്ന് പറയുന്നത്. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പൊ 4 ഘട്ടമായിട്ട്. ഇതിൽ ഒന്നാമത്തെ ഘട്ടം പാലായിട്ട് ഒരാൾ പ്രാപിക്കണമെങ്കിൽ അവൻ എന്തൊക്കെ ത്യജിക്കണം? 3. പാൽ ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ എന്തൊക്കെ എത്ര എണ്ണം? 5 എണ്ണം. എന്തൊക്കെ? ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, നുണ, അസൂയ. ഈ 5 കാര്യങ്ങൾ ത്യജിച്ച് പാല് പ്രാപിക്കണം. പാലായിട്ട് വചനം പ്രാപിക്കണം. രണ്ടാമത്തത്, ആഹാരമായിട്ട് ഇത് പ്രാപിക്കണമെങ്കിൽ ഈർഷ്യയും പിണക്കവും കളഞ്ഞ് വചനം പ്രാപിക്കണം. മൂന്നാമത്തത്, ഇന്ദ്രിയ തഴക്കത്തോടു കൂടി ദൈവത്തിന്റെ വചനം കട്ടിയായിട്ടുള്ള ആഹാരമായിട്ട് പ്രാപിക്കണം. ഇത്രയും ആകുന്നതോടുകൂടി അവന്റെ അനുസരണം ദൈവം സാക്ഷ്യം പറയും. അടുത്ത ഘട്ടമാണ് അവൻ ഏത് സ്വഭാവത്തിലേക്ക് കിടക്കണം? പാപം അറിയാത്ത ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് കിടക്കണം. ആ സ്വഭാവത്തിലേക്ക് ഒരാൾ കടന്നാൽ അവൻ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് വളരുകയാണ്. ക്രിസ്തുയേശുവിനെ പോലെ ക്രിസ്തു എന്ന തലയോളം വളരുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ പാപം അറിയാത്തവനും നന്മയ്ക്ക് ജ്ഞാനിയും തിന്മയ്ക്ക്
അജ്ഞാനിയും എന്നുള്ള നിലയിലേക്ക് വളരുകയാണ്. ഈ വളർച്ച വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവന് സാധിക്കുന്ന കാര്യമാണ് ആരെഴുന്നേൽക്കും? ഏത് ദൈവം എഴുന്നേൽക്കും? സമാധാന ദൈവം എഴുന്നേൽക്കും. സമാധാന ദൈവം എഴുന്നേറ്റതിന് ശേഷം സാത്താനെ അവന്റെ കാലക്കിഴിയാക്കും. ന്യായവിധി ഭൂമിയിൽ വെച്ച് തന്നെ. ദൈവത്തിന്റെ പ്രവൃത്തി അത്ര വലുതാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ശാസ്ത്രീയത അത് നമ്മൾ വെറുതെ പറയുന്നതല്ല, പിന്നെയോ വചനപ്രകാരം അതിന്റെ വ്യവസ്ഥ പ്രകാരം തന്നെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ, കുഞ്ഞാട്ടിൻ നിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. കുഞ്ഞാട്ടിൽ നിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. ജയത്തിൻ ഘോഷമുല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം ദാനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം ദാനവർക്കെന്നുമേ. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവം മനുഷ്യനെ കുറിച്ചും നമ്മെക്കുറിച്ചും ഇത്ര വിലയേറിയ ഒരു ആലോചനയും ഒരു ലക്ഷ്യവും ഇട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പലപ്പോഴും നാം ഗ്രഹിക്കാറില്ല. കരുണാസമ്പന്നനായ ദൈവം തന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നുവെങ്കിൽ, ഒരുവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി വളർത്തിയെടുക്കുന്നുവെങ്കിൽ, നിശ്ചയമായിട്ടും ആ ദിവസം ആ നന്മ പ്രാപിപ്പാൻ കർത്താവ് നമുക്ക് ഇടവരുത്തും. സ്തോത്രം. അനുഗ്രഹിക്കട്ടെ. കർത്താവ് പ്രവർത്തിക്കട്ടെ. പ്രാർത്ഥിക്കാം. മറിയേയും പ്രാർത്ഥിക്കാം. ദൈവമേ, സ്തുതിക്കുന്നു കർത്താവ്. യേശുവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം.